പിണറായി വിജയൻ സർക്കാർ അല്ല 25% ആഡ് ചെയ്തത്. അന്ന് പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രി അല്ല മിസ്റ്റർ. UPA ഗവൺമെന്റ് ഇരിക്കുന്ന കാലയളവിൽ ഈ തീരുമാനമെടുക്കുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി വിജയൻ അല്ല. വേറെ ഏത് സംസ്ഥാനം? ദേശീയപാതയും ബൈപ്പാസും അടക്കം നിർമ്മിക്കുന്നതിന് വേണ്ടി അല്ലല്ല, ദേശീയപാതയും ഈ ആലപ്പുഴ ബൈപ്പാസ്, കൊല്ലം ബൈപ്പാസ്, ആറ്റിങ്ങൽ ബൈപ്പാസ്, ആ സമയത്ത് പിണറായി വിജയൻ എന്താ കാര്യം? അർഹതപ്പെട്ട കോമ്പൻസേഷൻ കൊടുക്കാൻ തീരുമാനിച്ച മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണ് സാർ. ചുമ്മാ വർത്താനം പറയരുത്. ഞാൻ പറഞ്ഞത് എത്രയോ പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പാത വികസിപ്പിക്കലിനെ കുറിച്ചാണ്. അത് തന്നെയാണ് പറഞ്ഞത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പാത വികസിപ്പിക്കാൻ ജനങ്ങൾ സ്ഥലം വിട്ടുകൊടുക്കാൻ കാര്യം അവരുടെ ഭൂമിക്ക് അർഹതപ്പെട്ട വില കിട്ടുന്നത് കൊണ്ടാണ്. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു. താങ്കളുടെ പോയിന്റ് ഫിനിഷ് ചെയ്യാമോ? അതായത് അഴിമതി ദേശീയപാത വരുമ്പോൾ ആ ദേശീയപാതയ്ക്ക് കിട്ടുന്ന അർഹതപ്പെട്ട ആനുകൂല്യത്തെ കുറിച്ച് വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് മടിയില്ലാതെ 5 സെന്റുകാരനും 10 സെന്റുകാരനും 4 സെന്റുകാരനും ഭൂമി വിട്ടുകൊടുക്കുന്നത്. വിഴിഞ്ഞം വന്നപ്പോ ഇവരുടെ നിലപാട് എന്തായിരുന്നു? അല്ല, ഒറ്റ സെക്കൻഡ്. വിഴിഞ്ഞം വന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകളെ അദാനി പോയി കണ്ട് സമരം പിൻവലിച്ചു. കിട്ടേണ്ടത് കിട്ടിയപ്പോഴാണ് ഇവർ സമരം പിൻവലിച്ചത്. അല്ലാതെ വിഴിഞ്ഞമൊന്നും ഇവർ കൊണ്ടുവന്നതല്ല. അത് മനസ്സിലാക്കിക്കോണം. ഇവർക്ക് ഇതിനകത്ത് ഒരു കാര്യമില്ല. കേരളത്തിന്റെ വികസനത്തിൽ മതിയായ ഒരു പങ്ക് പരിശോധിച്ചാൽ 10% പങ്ക് പോലും ഇല്ലാത്ത പാർട്ടിയാണ് CPM. ഇവിടുത്തെ കാര്യം എടുക്കാം. ഇവിടുത്തെ കാര്യം ബ്രൂവറിയുമായി ബന്ധപ്പെട്ട്, ഡിസ്റ്റിലറിയുമായി ബന്ധപ്പെട്ട് ഈ ഡിസ്റ്റിലറി ഇവിടെ കൊണ്ടുവരുന്നതിന് ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട്. നയം മാറുന്നു. അദ്ദേഹം പറഞ്ഞെന്താ? ആശയക്കുഴപ്പമുള്ള പാർട്ടികളെ ഞങ്ങൾ പരിഭവം തീർക്കും. അങ്ങനെയാണോ CPMന്റെ പൊളിറ്റിക്കൽ പോളിസി നമ്മൾ കണ്ടിട്ടുള്ളത്? അങ്ങനെയാണോ LDFന്റെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ കേരളം കണ്ടിട്ടുള്ളത്? അങ്ങനെയാണോ? അങ്ങനെ ഏകപക്ഷീയമായി പിണറായി വിജയനും കുടുംബക്കാരും കൂട്ടരുമെന്ന് തീരുമാനിക്കുന്നതാണോ LDFും CPMും? അങ്ങനെയാണോ? അങ്ങനെ അങ്ങ് ചെയ്തു പോയാൽ മതിയോ? അതിനെതിരെ കൃത്യമായ നിലപാടുണ്ടാകും. പ്രതിപക്ഷത്തിന് അറിയാം ജനകീയ പ്രശ്നങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ. മദ്യനിരോധന സമിതിയുടെ ഒരു സുഹൃത്ത് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. 849 ബാറുകൾ കൊടുത്തു എന്നാണ് സർക്കാർ സൈറ്റിൽ. എന്നാൽ 1000 കടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുപോലും മൂടി വെക്കുകയാണ്. ഇവിടെ മദ്യം ഒരു വിഷമായി കുടുംബങ്ങളെ തകർക്കുന്ന രീതിയിൽ മദ്യവും മയക്കുമരുന്നും വാനോളം ഇവിടെ കച്ചവടം നടക്കുകയാണ്. അതിന്റെ കുടപിടിക്കുന്നവരായി പാർട്ടി നേതാക്കൾ മാറുന്നത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്.